ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് വിനയ് മോഹൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല. ഞാൻ ഇന്ന് വഴിയെ പോകുമ്പോഴത്തേക്കൊരു പുള്ളിക്കാരനെ കണ്ടു. പുള്ളിക്കാരനെ കയറിയ ഷർട്ടും കയ്യിലൊക്കെ നേരെ ഡ്രസ്സ് പോലും എടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഓരോ പഴം ആരോ കൊടുത്തിട്ടുണ്ട്, ഒരു പഴം ആരോ കൊടുത്തിട്ടുണ്ട്, മിനറൽ വാട്ടറും കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കണ്ടത്. പുള്ളി കഴിച്ച് ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നൊരു എനിക്ക് ചെയ്യാമെന്ന് തോന്നിയൊരു കാര്യം ഞാൻ അവിടെ ചെയ്തു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാഴ്ച കണ്ടു. ഒരാൾ റെയിൽവേ ക്രോസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ പുള്ളിക്കാരൻ സൈഡിൽ ആരും ഉപദ്രവിക്കാതെ ഇയാളിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്കൂട്ടറിലിരിക്കുന്ന പിള്ളേർ ഇയാൾ ആഹാരം കഴിക്കുന്ന വശത്തേക്ക് നോക്കി തുപ്പുന്നു. ചെറ്റത്തരല്ലേ കാണിക്കുന്നത്? നിങ്ങൾ പറയണം. കാരണം ചിലപ്പോൾ പുള്ളി ഇല്ലാത്തവനായിരിക്കാം, ഉള്ളവനെ, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ദൈവത്തെ ഓർത്ത് മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഒന്നും ഇല്ലാത്തവനെന്ന് ആണെന്ന് എഴുതി പോക്കിരിത്തരം കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കുന്നില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്ക്. അല്ലാതെ ഒരാൾ, ഞാനാണെങ്കിൽ അയാളെ മോന്തയ്ക്ക് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചേനെ ഉള്ള പറയല്ല. ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ സൈഡിൽ നോക്കി ഒരു തുപ്പുക. എവിടെ നിന്ന് കിട്ടി ഈ മാനേഴ്സ്? ആരാണ് ഈ മാനേഴ്സ് പഠിപ്പിക്കുന്നത്? അയാളൊന്നും ഇല്ലാത്തവനാണെന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊരു മിനിമം മാനേഴ്സ് നിങ്ങളുടെ ചുറ്റുപാടത്തും ഇങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അയാളെ കൺട്രോൾ ചെയ്യുക. മേലെ ഈ ആവർത്തിക്കരുതെന്ന് പറയുക. സഹായിച്ചില്ലെങ്കിലും വേണ്ട, വെറുതെ എന്തിനും ഉപദ്രവിക്കാൻ പോകുന്നു മറ്റുള്ളവരെ. ശരി, അപ്പോൾ അക്കാര്യം പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ ആയിപ്പോയി. അത് കണ്ടപ്പോഴത്തേക്ക് അയാളാണെങ്കിൽ നിലവ് നടക്കാൻ പോലും മേല, അയാൾക്ക് നിലവ് നിൽക്കാൻ മേല. അയാൾ നിന്ന് കഴിഞ്ഞാൽ താഴെ വീഴുമെന്ന് മട്ടി നിൽക്കുക. അയാൾ എന്നിട്ട് അവിടെ സമാധാനം ആരെയും ഉപദ്രവിക്കാതെ റെയിൽവേയുടെ സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് അയാളുടെ വശത്തോട്ട് നോക്കി തുപ്പുന്നു. കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നി. നിങ്ങളുടെ അടുക്കലോട്ട് പറയണം. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം, അയാളെ ശാസിക്കണം ദൈവത്തോട്. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ജീവജാലങ്ങളാണ്. ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് ഓരോരുത്തർ ഓരോ രീതിയിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോർത്ത് നിങ്ങൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ഇതും പറയാൻ വേണ്ടിയിട്ടൊന്ന്. താങ്ക് യു.